ചോദ്യം. കെ മുരളീധരനെ എങ്ങനെ വിശ്വസിക്കും? നാളെ ബിജെപിയിലേക്ക് പോവില്ലേ? കൈക്ക് കുത്തിയ താമര വിരിയില്ലേ എന്നതാണ് ചോദ്യം. ഇത് സംഘപരിവാറിന്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും സംയുക്ത അജണ്ടയിൽ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നടന്ന പ്രചരണമാണ്. ഇതിനകത്ത് പ്രചരണമല്ലല്ലോ. നോക്കൂ, പത്മജ പോയി, പത്മിനി പോയി, ഇന്നലെ തങ്കമണി പോയി, തമ്പാനൂർ സുരേഷ് പോയി. ആരെ പോവാത്ത സാർ? ഓരോ ദിവസം വളരെ കൃത്യമായി അരുൺ തന്നെ ഇപ്പൊ ചോദിച്ചു, ബംഗാളിലും ത്രിപുരയിലും എത്ര ശതമാനം ആളുകൾ CPM-ൽ ഇപ്പോൾ അവശേഷിച്ചിട്ടുണ്ടെന്ന് വളരെ കൃത്യമായി ചോദിച്ചു. ഇപ്പൊ അവർക്ക് അവിടെ CPM ഭരിച്ച ബംഗാളും ത്രിപുരയിലും അവശേഷിക്കപ്പെട്ട വോട്ട് ഷെയർ എത്ര? കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് അവശേഷിക്കുന്ന വോട്ട് ഷെയർ എത്ര? ഒന്ന് കമ്പയർ ചെയ്യട്ടെ ഇടതുപക്ഷക്കാരൻ. 2, BJPക്ക് പോയത് കേരളത്തിൽ പത്മജയല്ലോ, ഇവർക്കല്ലേ ഇവിടെ ഇരിക്കുന്ന CPM-മാർക്കല്ലേ വേവലാതിയുള്ളൂ. മാർച്ച് 8-ാം തീയതി വൃന്ദാകാരാട്ടിന്റെ പ്രസംഗം തർജ്ജമ നടത്തിയ നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞത് എന്താ? പത്മജ പോയിന്നേ, അത്രയേ ഉള്ളൂ കേരള രാഷ്ട്രീയത്തിൽ, മറ്റൊന്നും സംഭവിക്കില്ല എന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടു, ഇവർക്ക് ബോധ്യപ്പെട്ടില്ല. മറ്റൊന്ന്, CPI-യുടെ പ്രതിനിധി പറഞ്ഞത് LDF-ഉം UDF-ഉം തമ്മിലാണ് മത്സരമെന്ന്. ഞാൻ സന്തോഷപൂർവ്വം ആ പ്രസ്താവന സ്വീകരിക്കുന്നു. പക്ഷേ LDF-ന്റെ കൺവീനർ പറഞ്ഞത് ഡോക്ടർ അരുൺ കേട്ടല്ലോ. കേരളത്തിൽ മത്സരം നടക്കുന്നത് സന്ദീപ് പറഞ്ഞ പോലെയല്ല, EP ജയരാജൻ പറഞ്ഞത് LDF-ഉം NDയും തമ്മിലാണെന്ന്. എന്നു മാത്രമല്ല, NDയുടെ 4 സ്ഥാനാർത്ഥികൾ ഗംഭീരന്മാരാണെന്ന് പറഞ്ഞത് കെ സുരേന്ദ്രനല്ല, EP ജയരാജൻ. ഇവരുടെ ബാന്ധവം, ആ ബാന്ധവം, 4 പേർ കരുത്തരല്ലേ തിരുവനന്തപുരത്തെ? ആ ബാന്ധവം ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ സുരേഷ് ഗോപി കരുത്തരല്ലേ? കരുത്തനല്ല. 2 വർഷം ഇടവേളയിൽ തൃശൂർ ജില്ലയിൽ വന്ന് 3-ാം സ്ഥാനത്ത് പോകുന്നൊരു രാഷ്ട്രീയ പ്രവർത്തകൻ മാത്രമാണ്. 2019 3-ാം സ്ഥാനത്ത് പോയി, 2021 പോയി. അടുത്ത ഇന്റർവെൽ 2 വർഷം കഴിഞ്ഞു, 2024 വന്ന് അത് 3-ാം സ്ഥാനത്തേക്ക് പോകും. ഞങ്ങൾക്ക് തൃശ്ശൂർക്കാർക്ക് നോക്കൂ. അപ്പൊ മുരളീധരനെ നിങ്ങൾ